So, welcome to China. കണ്ടില്ലേ ഇവിടെ ഒരു മുസ്ലിം സ്ത്രീയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഫുൾ ചൈനീസ് ട്രെയിനിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. തൂണയും ചോറും കൂടെ. ഹലോ, you guys wanna say hi? What's your name? ഇവരെല്ലാം ഓരോ വീടുകളുടെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥന നടത്തിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. 5000 ചോറ് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, ചെക്കിനോമാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് ഞാനിപ്പോ നിൽക്കുന്നത് വിയന്റിയാന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നമ്മുടെ ക്യാപിറ്റലാണ്. ഏതിന്റെ ക്യാപിറ്റൽ? നമ്മളെ ലാവോസിൽ. പട്ടിയെ കൊണ്ട് രാവിലെ മനുഷ്യനെ പ്ലീസ് പട്ടിയെ കൊണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ചേച്ചി എൻ്റെ അമ്മോ, രാവിലെ തന്നെ മനുഷ്യന്റെ ഉയരെത്തി. രാവിലെ ഞാൻ ഭക്ഷണമൊക്കെ പാകം ചെയ്തു, കുക്ക് ചെയ്തു. രാവിലെ വെളുപ്പാലത്ത് എണീക്കിച്ചതാണ്. സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് പല ആൾക്കാരും പറയുന്നുണ്ട്. മുമ്പ് ഒരു ദിവസം ബിസ്മി എന്താ ചൊല്ലി ഭക്ഷണം കഴിച്ചപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. ബിസ്മി മാത്രം പോരാ, എന്താ പറയാ നമസ്കരിക്കുന്ന ഇതൊക്കെ അതൊന്നും ഇല്ലേന്ന്. അപ്പൊ നമുക്ക് 24 മണിക്കൂർ നമ്മുടെ ജീവിതമൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഈ നിൽക്കുന്ന വീട്ടിൽ എൻ്റെ ഹോസ്റ്റിന് നമ്മൾ ഭക്ഷണം ചെയ്ത് വെച്ചു കൊടുത്തു. നമ്മൾ പല ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണിക്കാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും യാത്രകൾ തുടരുവാണ്. ഇന്നത്തെ യാത്ര ചൈനയിലോട്ടാണ്. വേറൊരു സ്ഥലത്തല്ല, ചൈനയിലോട്ട് ഞാൻ ട്രെയിനിൽ പോവാണ്. കാരണം എനിക്ക് പെരുന്നാൾ ചൈനയിൽ ആഘോഷിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹിച്ചക്ക് ചെയ്ത് പോയാൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ ട്രെയിൻ എടുത്ത് ചൈനയിലോട്ട് പോവാണ്. ലാവോസിൽ നിന്ന് ചൈനയിലോട്ട് ട്രെയിനിൽ. Are you going round? Straight, round. One, okay. Yeah. Round, you go round. This round, you. Buyan. Okay. Go to the round and stay, Kasu. Okay, bye. Brother. എക്കാസ് പോയി. ഇനിയിപ്പോ എനിക്ക് എപ്പോഴാണെന്തോ ലിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. എക്കാസിനെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. വേറൊരു കാര്യം ഞാൻ പറയാനുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലും ഈ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ രാത്രി പോയിട്ട് ഞാൻ കഴുകി ഇട്ടിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഇതെടുത്ത് കൊടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി ഫുള്ള് നല്ല വിയർപ്പായിരുന്നു. കണ്ടില്ലേ, ഇപ്പം വിയർപ്പൊന്നുമില്ല. ഇപ്പം ആകെ 2-3 വിയർപ്പ് മാത്രം ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ദയവേത് നിങ്ങളൊന്നും അറിഞ്ഞൂടാതെ ദയവേത് ജഡ്ജ് ചെയ്യരുത് എന്നുള്ള അഭിപ്രായവും കൂടെ ഉണ്ട്. ഹിസ്റ്ററിക്കട്ടെ, ആരെങ്കിലും നിർത്തുമോ നോക്കട്ടെ. ഇവിടെ രാവിലെ തന്നെ മോങ്സ് കണ്ടില്ലേ വീട്ടിന്റെ ഫ്രണ്ടിൽ പ്രേ നടത്തുന്നത്. ഇവരെല്ലാം ഓരോ വീടുകളുടെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥന നടത്തിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകും കേട്ടോ. ഇത് ഞാൻ കുറെ ഇടത്തായിട്ട് കാണുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഓരോ ഇടത്തും ഓരോ തരത്തിലുള്ള ഓരോ ടീം എനിക്ക് തോന്നുന്നു ഇവിടെ ധാരാളം മൊണാസ്ട്രികളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അതാണ്ട് അടുത്ത മോങ്കുണ്ട്. ഞാൻ വരുന്ന വഴിയിൽ കുറെ ശ്രദ്ധിച്ചായിരുന്നു. അവരും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് മോങ്കുകൾ പോവുകയാണിത്. 250? Yeah, very far. Very far. Okay. No problem. You Monday market? Okay. We walk. No problem. AC-യിൽ കാറിലിരിക്കുമ്പോ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര hot. This hot. Laos very hot. നല്ല ചൂടാണ് കേട്ടോ ലാവോസ്. രാവിലെ തന്നെ വിയർക്കുന്നുണ്ട്. 1 minute. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു നാഷണൽ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ. ആ ഒരു നാഷണൽ അട്രാക്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് രസമല്ലേ. ഇതാണ് നമ്മുടെ വിക്ടറി മോണുമെന്റ്. അതായത് ഇവരുടെ യുദ്ധം ജയിച്ചതിന്റെ മോണുമെന്റ് ആണ്. ഇവിടെ ഒരു നല്ലൊരു പാർക്കും നല്ലൊരു രസമുണ്ട് കേട്ടോ. നല്ലൊരു വൈബ്.
നമ്മൾ അടുത്ത ലിഫ്റ്റ് അടിച്ച് കയറിയത് ഒരു കിക്ക് ബോക്സിംഗ്. യു ഡു Thai boxing? Sorry, Lao boxing. Lao Thai boxing same. Oh, Lao Thai boxing same. Yeah. So you teach people? You teach? I teach people. Okay. I'm Trainer. What's your name? Tui ആണ് കേട്ടോ പുള്ളിക്കാരന്റെ പേര്. തുയ്. സിമ്പിൾ നെയിം കേട്ടോ. ഇപ്പൊ പുള്ളിക്കാരന്റെ വീട് അപ്പുറത്താണ്. പക്ഷെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10-12 കിലോമീറ്റർ ആക്കാൻ വേണ്ടി പോവാണ്. Can you say again? Nonni. ഇവരുടെ ഭാഷയിൽ കൊപ്ചായ് എന്നാണ് പറയുന്നത്. കൊപ്ചായ് ലലല്ലേ. ഓ കൊപ്ചായ് ലലായ് എന്ന് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച് ലലായ്. Thailand Lao? Sometimes a lot of people like to go to shopping in Thailand. ചില സമയത്ത് ഷോപ്പിങ്ങിന് വേണ്ടി ലാവോ പീപ്പിൾ തായ്ലൻഡിൽ പോകുന്നതാണ് പറയുന്നത്. അത് യൂറോപ്പിൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലുള്ള ആളുകൾ ഫ്രാൻസിൽ പോകുന്നില്ല. കാരണം സ്വിറ്റ്സർലാൻഡിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. തൊട്ടടുത്തുള്ള ഫ്രാൻസിലോ ഓസ്ട്രേലിയയിലൊക്കെ ചീപ്പായതുകൊണ്ട്, ചീപ്പെന്നല്ല കമ്പാരിറ്റീവ്ലി ചീപ്പായതുകൊണ്ട് പോകാറുണ്ട്. മാത്രമല്ല മെഡിക്കൽ പർപ്പസിന് a lot of people go for medical purpose, right? For the hospital. Yeah, because Lao medical care is poor. I think a lot of people like go to Thailand because in Thailand good service. Yeah, good service. തായ്ലൻഡ് ആണ് വൺ ഓഫ് ദ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയാനായിട്ട് ഈ 4 കൺട്രിയിൽ വിയറ്റ്നാം, കംബോഡിയ, തായ്ലൻഡ്, പിന്നെ ലാവോസിൽ തായ്ലൻഡ് ആണ് കേട്ടോ കുറച്ച് കൂടുതൽ മികച്ച ഒരു രാജ്യമായിട്ട് നിൽക്കുന്നത്. നമ്മളിവിടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പുള്ളിക്കാരൻ്റെ അടുത്ത് തിരിക്കാൻ പറഞ്ഞു തൽക്കാലം. കാരണം പുള്ളിക്കാരൻ ട്രെയിൻ സ്റ്റേഷനിൽ വന്നാൽ പിന്നെ അവിടെ ടിക്കറ്റിന് പൈസ കൊടുക്കണം. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ഇറങ്ങി നടന്നോളും. കോപ്ഷായ് ലലല്ല. താങ്ക് യു. ഇവിടെ ട്രെയിൻ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് ട്രെയിനിൽ ഇത് മറ്റേ ഇവരുടെ ലോക്കൽ ബ്രെഡാണ്. അതാണ്ട് വലിയ ബ്രെഡ്. ഇത് ഇവിടത്തെ ലോക്കൽ ബ്രെഡാണ്. ഈച്ച മച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ എന്താ ഉള്ളേ? കണ്ടിട്ട് അറയ്ക്കുന്നു. ചപ്പാത്തി ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇവിടെ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇത് കൂടുതലും ഈ ട്രെയിൻ സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവർ വെച്ചിരിക്കുന്ന കടകളും സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ പോകുന്നത് LCRലാണ്. LCR എന്ന് പറയുമ്പോൾ ലാവോസ് ചൈന റെയിൽവേ ആണ്. ഹൈ സ്പീഡ് ട്രെയിനാണ്. ഏകദേശം 9 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ യുനാൻ പ്രൊവിൻസിലെ കുംനിങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. ആദ്യം ഇവിടെ നിന്ന് നമ്മൾ ബൊട്ടേൺ എന്ന് പറയുന്ന ബോർഡർ ഭാഗം പോകും. പിന്നെ അവിടെ നിന്ന് എമിഗ്രേഷനൊക്കെ വേണ്ടി 1 മണിക്കൂർ അവർ വണ്ടി നിർത്തിയിടും. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുംനിങ് വരെ പോകും. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. $62 കേട്ടോ. 62 എന്ന് പറയുമ്പോൾ 50,000 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. പിന്നെ ഞാൻ ഇതെടുത്തതിൻ്റെ കാരണം എനിക്ക് നാളെയാണ് പെരുന്നാളിന് എനിക്ക് ചൈനയിലെത്തണം. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ 5000 പോട്ടെ എങ്ങനെയെങ്കിലും 5000 മുടക്കി യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിനിൽ പോകാൻ വേണ്ടി ധാരാളം ആളുകളുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗം. അവിടെ ചൈനയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ലാവോയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ റൈസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. റൈസ് ഇവിടെ തൂക്കിയാണല്ലോ വിൽക്കുന്നത്. ഇവിടെ തൂക്കിയാണ് കേട്ടോ ആളുകൾ റൈസ് വിൽക്കുന്നത്. അങ്ങനെ ലാവോസിൽ വന്നിട്ട് ഞാൻ 15,000-ന് ചോറ് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. നോട്ടെ, ഇത്രയും ചോറ്. ഓക്കെ 15,000-ന് എനിക്ക് കിട്ടിയത് 750 ഗ്രാം ചോറാണ് കേട്ടോ. കുക്ക്ഡ് റൈസ്. 10,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 40 രൂപയുടെ അകത്തൊക്കെ വരും. 10-30 രൂപ. $5.9 ബില്യൺ പ്രൊജക്റ്റാണ് കേട്ടോ നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു കൂട്ടം ആളുകൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുണ്ട്. നമ്മൾ ഓൾറെഡി ഇവരുടെ ലാവോസ് ചൈനീസ് റെയിൽവേ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തായിരുന്നു. $5.9 ബില്യൺ ആണ് കേട്ടോ ഇതിനു വേണ്ടി വന്നത്. അതായത് 20 സ്റ്റേഷനുണ്ട്. ഇവിടെ നിന്ന് വിയറ്റ്നാം, പിന്നെ വേറൊരു സ്റ്റേഷൻ പഴയ ക്യാപിറ്റൽ, പിന്നെ അവിടെ നിന്ന് വേറൊരു സ്റ്റേഷൻ, പിന്നെ ബൊട്ടൻ. 4 സ്റ്റേഷൻ ഈ ഒരു രാജ്യത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ബാക്കി 16 സ്റ്റേഷൻ ചൈനയിലാണ്. കുറേ ചൈനീസ് ആളുകളുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ചൈനീസ് ആളുകൾ. അവരെല്ലാം തന്നെ കുറേ പേരുണ്ട്. പിന്നെ ട്രാവലേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ എൻ്റെ വിയർത്ത് ഉപ്പാട് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ താണ്ട ഒരു ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ട്രെയിൻ കാത്ത് ക്യൂവിൽ. നമ്മൾ അകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് കാണിക്കാൻ വേണ്ടി. പിന്നെ ബാഗൊക്കെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുക്കിങ്ങിന് വേണ്ടിയുള്ള പെട്രോൾ വരെ ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം
ചൈനയിലുള്ള ട്രെയിനിലൊക്കെ എന്ന് പറയുമ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ ഭയങ്കര ചെക്കിംഗ് ആണ്. അപ്പോൾ ഇതും കൺട്രോൾ ചെയ്യുന്നത് അവരാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി അവർ എൻ്റർ ചെയ്യാൻ വേണ്ടി ഫിസിക്കലായിട്ടുള്ള QR ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇനി അകത്തോട്ട് പോയിട്ട് നമ്മൾ ടിക്കറ്റ് QR പ്രിന്റ് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. എൻ്റെ അമ്മോ തിരക്ക് കണ്ടില്ലേ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് അവർ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ ടിക്കറ്റ് എടുക്കുവാണ്. താങ്ക് യു. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ടിക്കറ്റ്. നമ്മൾ ഓൺലൈനിൽ എടുത്താലും ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം കയറാൻ. താങ്ക് യു. നമുക്ക് വേറെ എന്തോ ഒരു കാർഡൊക്കെ തന്നു. അടുത്ത നമ്മുടെ സെക്യൂരിറ്റി ചെക്കാണ്. എൻ്റെ ബാഗിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. അയ്യോ, കത്തിയാണെന്നാണ് തോന്നുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ദാണ്ട് അവിടെ പൺ കഫേ, ഒരു ചെറിയൊരു കഫേ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ചൈനീസ് റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെയാണ്. ചെക്കിങ്ങിൻ്റെ അവിടെ ആദ്യം തുടക്കത്തിൽ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ. 8:08 ഉള്ളത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇവിടെയും കണ്ടോ. ഇതാണ് കേട്ടോ ഒരു ചെറിയൊരു ടെർമിനലാണ്. കറക്റ്റ് ചൈനയിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. പല ടെർമിനലിലും കുറേ ചൈനീസ് ആളുകളുണ്ട്. പിന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പോകാനായിട്ടും കുറേ സഞ്ചാരികൾ ഇവിടെ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. QR സ്കാനർ കാണിച്ചു കൊടുക്കും. നമ്മൾ പോകുന്നത് കുംനിങ്ങാനിലോട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. ഇത് എനിക്ക് തോന്നുന്നു ബോർഡറിൽ പോയിട്ട് മാറുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഫുൾ ഇതാണോന്ന്. ഇതൊക്കെ 4 ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ അത്യാവശ്യം നല്ല കമ്പാർട്ട്മെന്റ് ആണ്. ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല കുഷൻ സീറ്റാണ്. നമ്മൾ പോകുന്ന ഹാർഡ് സീറ്റിലോട്ടാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, പവർ ഡിസ്ട്രിബ്യൂഷൻ ക്യാബിനറ്റ്. ഇവിടെ ഒരു വാഷ്റൂം ആണോ, അല്ല ഇത് ലോക്കോ പൈലറ്റിന്റെ എന്തോണ്. ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ്. എൻ്റെ അമ്മ, കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല സീറ്റൊക്കെ തന്നെയാണ്. പക്ഷെ ഹാർഡ് സീറ്റാണ്. നല്ലപോലെ ഇരിക്കാൻ പറ്റൂല. ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എക്കാസുവിന്റെ ചൈനയിലെത്തിയിട്ടുണ്ട്. ഇന്ദുലേ ഇന്ദു ഇന്ദുലേ ലുഷിഞ്ച് ലുഷിഞ്ച് China. Okay. Ni hao. നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അതാണ്ട് LCR എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവിടെ നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. കിട്ടിയ സീറ്റ് ഇവിടെയാണ്. എക്കാസുവിന് അവിടെയാണ്. ഇവിടെ ബാഗ് വയ്ക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചാർജിങ്ങിന് ഇതാണ്ട് ഇവിടെ ചാർജിങ്ങിന്റെ പോർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. വർക്കാവോന്ന് അറിയില്ല. വർക്കായിരിക്കണം. നല്ല അത്യാവശ്യം AC സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ട്രെയിനിൽ വൈഫൈ സിസ്റ്റം ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചൂടുവെള്ളം നിറയ്ക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ചൈനീസ് ട്രെയിനിൽ കണ്ടില്ലേ. ഇത് നമ്മുടെ ചൂടുവെള്ളം നിറയ്ക്കാനാണ്. നമുക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ കണ്ട ചൂടുവെള്ളം റീഫിൽ ചെയ്ത് നമുക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാം. ഞാൻ മുമ്പത്തെ എന്റെ യാത്രയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ചൈനയിലെ ട്രെയിനുകളിൽ. നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളങ്ങനെ സ്റ്റേഷൻ വിട്ട് ഇവിടെ പറയുവാണ് കേട്ടോ. ബൈ ബൈ ലാവോസ്. ഇനി നമ്മള് ഹോട്ടലിൽ പോയിട്ട് നമ്മുടെ എമിഗ്രേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽ പാലം. 1 ലൈൻ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു 4 ലൈൻ ഇവിടെ കാണാം. ഇവരെന്തൊക്കെയോ പറയാണ് കേട്ടോ ചൈനീസ് ഭാഷയില്. ചുമ്മാ ഇരുന്ന് ചൈനീസ് ഭാഷയിൽ പറയാണ്. ഫൈനലി വി ഗോയിങ് ടു ചൈന. ഗിവ് മീ. Not my China. But it's okay. Your neighbor China. കണ്ടില്ലേ അവര് സ്കർട്ടൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ. കുട്ടിപ്പാവാടയൊക്കെ ഇട്ടിട്ട്. ഇവരെല്ലാം നൂഡിൽസ് കൊണ്ട് ചൂടാക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഓരോ ആൾക്കാര് കണ്ടോ. പുള്ളിക്കാരന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ. This Chinese? Oh, Laos. Okay. Kopshai. You Lao?
കൊപ്ഷായ്. ഇത് ചൈനയിലോട്ട് പോകുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ അവർ കുറെ സാധനങ്ങളാണ് കേട്ടോ അവർ വിറ്റോണ്ട് നടക്കുന്നത്. ഇത് ലാവോസ് കട്ടാണ്, കണ്ടില്ലേ? ഇത് അവർ ലാവോസ് കട്ടാണ്. ഈ ഡ്രസ്സും ലാവോസിന്റെയാണ് മാൻ. ചൈനക്കാർക്ക് വരെ അവരുടെ ഫോം വരെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. അവർക്കെന്ന് പറയുന്ന ഇംഗ്ലീഷ് തീരെ പൊടിയില്ല, കണ്ടില്ലേ? ചൈന അറിഞ്ഞൂടാത്ത ഇംഗ്ലീഷുകാർക്ക് ഇത് എഴുതാൻ വേണ്ടി അവർ ചൈനയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ എഴുതണമെന്നൊക്കെ. കണ്ടില്ലേ? അവർ കറക്റ്റ് ഇങ്ങനെ മാത്രം ഇതാക്കിയാൽ മതി, ബാക്കിയെല്ലാം അവർ ചൈനയിൽ ഇത് കണ്ടിട്ട് അതിൽ പൂരിപ്പിക്കും. ചൈന എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചൈന എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ബട്ട് ആ സെയിം ടൈമിൽ തന്നെ അവരെന്ന് പറയുമ്പോൾ അവരുടെ എന്താ പറയാ സംസ്കാരവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നു. ഒരു ബാലൻസ്ഡ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നു. ഇപ്പൊ നമ്മള് തായ്വാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, തായ്വാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെവലപ്ഡ് ആണ്, ഓൾമോസ്റ്റ് ഡെവലപ്ഡ് ആയെങ്കിലും അവരുടെ ആ ഒരു കൾച്ചർ പോകുന്നുണ്ട്. അവർ കൂടുതൽ വെസ്റ്റേണൈസ്ഡ് ആവുന്നുണ്ട്. ബട്ട് ചൈന അങ്ങനെയല്ല, കൂടുതൽ ഡെവലപ്ഡ് ആവുന്നുണ്ട്. ബട്ട് അവർ വെസ്റ്റേണൈസ്ഡ് ആവുന്നില്ല. അവരവരുടെ കൾച്ചറുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇതൊക്കെ തുരങ്കമൊക്കെ കയറിയൊക്കെയാണ് പോകുന്നത്. എന്റെ ഭാഷ കേട്ട് അന്തം മെഴുകി അണ്ണാനെ പോലെ ഇങ്ങനെ കൈയും കാട്ടി ഇരിക്കുവാണ് കേട്ടോ. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ചൈന കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഷയാണ് ഏറ്റവും പാടെന്ന് തോന്നുന്നു. ചൈനക്കാരുടെ ഒപ്പ് ചൈനീസ് ഭാഷയിൽ കണ്ടോ? ഇതാണ് കേട്ടോ ഇവരുടെ ഒപ്പ്. താങ്ക് യു, ഇറ്റ്സ് ഓക്കെ. അതായത് എന്റെ അടുത്ത് ശേഷ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി എനിക്ക് ചൈനയിൽ കുറച്ച് ഒരാഴ്ച കാണുള്ളൂ. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ചൈനീസ് പഠിക്കണം. ഞാൻ ഏകദേശം 4 പാസ്പോർട്ട് ഇവർക്ക് ഫില്ല് ചെയ്തു. നമ്മൾ ഏതോ ഒരു അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ചൈനയിൽ നിന്നൊക്കെ വരുന്ന കണ്ടെയ്നർ ലോറികളാണ്. ലോറിന്ന് ട്രെയിന് ബോഗികളാണ് സംഭവം. നമ്മൾ ഏതോ ഒരു സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാർ ഇതാ. Please go to the front door in the running direction of your coach in advance to wait for getting off, and leave the rear door to passengers who are going to board the car. Due to the short parking time of the train. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാങ്വിയാങ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. വാങ്വിയാങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ടൂറിസ്റ്റ് പ്രദേശമാണ്. ലാവോസിൽ വരുന്ന ആളുകൾ വാങ്വിയാങ്, പിന്നെ പോകുന്നത് പ്രദാങ് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം പേര് മറന്നുപോയി. പിന്നെ ഉള്ളത് നമ്മുടെ കുന്യാങ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ കാണുന്ന സ്ഥലത്തൊന്നും കുറെ ആൾക്കാർ കയറിയിട്ടുണ്ട്, കുറെ ടൂറിസ്റ്റുകൾ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ ചൈനീസ് ടൂറിസ്റ്റും സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി ട്രെയിനിലോട്ട് കയറുവാണ്. ആകെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഉള്ള ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇതാ 9 മണിക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. എന്താണോ 9 മണിക്ക് നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് 8:08-നാണ്. വെറും 40 എത്രയും മിനിറ്റ് കൊണ്ടാണ്. സാധാരണ വണ്ടിയിൽ വരുവാണെങ്കിൽ മിനിമം ഒരു 4-5 മണിക്കൂർ എടുക്കും. ഇവിടെ പ്രസ്സുകൾ എന്തോ ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? ഓ, പുള്ളിക്കാരൻ കാണിച്ചോ? ഓ, ഓക്കെ. എന്റെ അമ്മോ, അടിപൊളിയാട്ടോ. ഫുള്ള് ഇതാണ്ട് അവിടെയൊക്കെ ഫോഗ് മൂടി കിടക്കുവാണ്, മേഘങ്ങൾ മൂടി കിടക്കുവാണ്. നല്ല നീണ്ട മലനിരകളാണ്, അങ്ങറ്റം വരെ ഉണ്ട്. ഇവിടെ താഴെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുള്ളിക്കാരൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരെ എടുത്ത് ഇവിടെ ഇട്ടു കേട്ടോ. ചൈനീസ് ഹോസ്പിറ്റാലിറ്റി. ശേഷേ ബനാന കേക്കാണ്. ബനാനതാ വേറൊരു സ്റ്റേഷനായിട്ട്. അപ്പൊ കുറെ ആൾക്കാർ കയറിയല്ലോ. എന്ത് ഭംഗിയാട്ടോ.
ചൈനയിലെത്താൻ വേണ്ടി പോവാണ്. ലാവോസ് ബോർഡർ കടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും എല്ലാ സാധനവും എടുത്ത് കൂടും കൊടുക്കുക എല്ലാം എടുത്തുകൊണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങണം. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം എമിഗ്രേഷൻ എല്ലാം കഴിയാൻ. എന്നിട്ട് വേണം നമ്മൾ വീണ്ടും ചൈനയുടെ സീലെല്ലാം അടിച്ച് വീണ്ടും ട്രെയിനിൽ കയറും. ഈ ട്രെയിൻ തന്നെയെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ സ്റ്റേഷൻ എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയാണ് കേട്ടോ. എല്ലാവരും എന്താണ്ട് ഇവിടെ റെഡിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ട്രെയിനിൽ നിന്ന് ഇറങ്ങുവാണ്. ഇതാ നമ്മുടെ ഇന്റർനാഷണൽ എക്സിറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല തിരക്കാണ്, അതുകൊണ്ട് ഓടിപ്പോണം കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, കുറേ ട്രാവലേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ഫ്രാൻസിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. കുറേ പേര് ഈ ട്രെയിൻ എടുത്താണ് കേട്ടോ ചൈന ക്രോസ് ചെയ്യുന്നത്. ഇവിടെ ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫോഗും മലനിരകളുമാണ്. അങ്ങനെ നമ്മുടെ ലാവോസിന്റെ എമിഗ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ ചൈനയിലോട്ട് പോകാനുള്ള എമിഗ്രേഷനും സിസ്റ്റമാണ്. ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് വെയിറ്റിംഗ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഇതാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലത്തെ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണില്ലേ, ആ ഒരു സെറ്റപ്പാണ് ലാവോസ് ചൈന ഡ്യൂട്ടി ഫ്രീ. ലാവോസ് ചൈന ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ എന്തൊക്കെയോ ചൈനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ചൈന പഠിക്കാൻ പറ്റില്ല. കൂടുതലും ആൽക്കഹോളൊക്കെയാണ് കേട്ടോ. ഹൗ ടു അപ്ലൈ ഇ വിസ, പിന്നെ ഇന്റർനെറ്റിന്റെ സംഭവങ്ങളൊക്കെയാണ്. ചൈനയിൽ നിങ്ങൾക്കറിയാമല്ലോ പല സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നും വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. ലാസ്റ്റ് തവണ പോയപ്പോൾ ഞാൻ ഓഫ്ലൈൻ ആയിരുന്നു ഫുള്ള് സമയം. ചില ആപ്ലിക്കേഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചെയ്തത് ഒരു ഇ സിം എടുത്ത്, ഓൺലൈനിലായിട്ട് ഒരു ഇ സിം എടുത്ത് അവിടെ പോയിട്ട് എടുക്കുന്നില്ല. ആ ഇ സിമ്മിൽ നമുക്ക് VPN ഓൾറെഡി ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ VPN ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, അത് വെച്ച് തന്നെ ആക്സസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ എടുത്തത്. നമുക്ക് ചെക്കിങ്ങിന് ഇവിടെയായിട്ടാണ് പോകേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു റെസ്റ്റൊക്കെ എടുക്കണമെങ്കിൽ അവിടെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാനൊക്കെ കാണാനില്ലല്ലോ. അങ്ങനെ നമ്മൾ QR സ്കാനറൊക്കെ സ്കാൻ ചെയ്തു. നമ്മുടെ ട്രെയിനിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. കുൻമിങ്ങാൻ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ട്രെയിനിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. സെയിം ട്രെയിൻ തന്നെയാണ്, സെയിം സീറ്റ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ താണ്ടെ പോട്ട് എടുത്തിട്ടുണ്ട്. റൈസ് നമ്മൾ വാങ്ങിച്ചു കേട്ടോ, റൈസ് വാങ്ങിച്ചു. പിന്നെ ടൂണ ബോക്സ് ഉണ്ട്, ടൂണ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചത്. ഇത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് റൈസ് ചോറ് ഇതായതാണ്, പക്ഷെ കട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ടൂണയും കൂടെ ആയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ദാണ്ടെ നമ്മുടെ ടൂണയും അവിടെ കുറച്ച് പേര് ഇരുന്ന് ചിരിക്കുവാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്ന കണ്ടിട്ട്. ഇവിടെ ചോറിന്റെ ഇത് കണ്ടില്ലേ, കട്ടിച്ചോറ് കണ്ടില്ലേ, അതിനെ നമ്മൾ കുത്തി പൊട്ടിക്കണം. ഇത് കുത്തി പൊട്ടോന്ന് എനിക്ക് അറിയില്ല. നോ, ദിസ് ഈസ് നോർമൽ റൈസ്. ഇത് ആവുന്നില്ല കേട്ടോ. നോ, ബിക്കോസ് ഇറ്റ്സ് സ്റ്റിക്കിംഗ്, സോ വി ക്യാൻ കോൾ ഇറ്റ് സ്റ്റിക്കി റൈസ്. കണ്ടില്ലേ, ചൈനീസ് ട്രെയിനിൽ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ടൂണയും ചോറും കൂടെ. നമ്മൾ ഭക്ഷണം പോലും കഴിച്ചു തീർന്നില്ല. അതിനു മുമ്പ് ആളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൈനീസ് ലാൻഡിലോട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചൈനയുടെ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ചൈനയിലും ഇവിടെ മോഹൻ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ട് ഭാഗത്തോട്ടാണ് വന്നത്. ഇവിടെയും നമുക്ക് എമിഗ്രേഷൻ ഉണ്ട്. കഴിച്ചു പോലും കഴിഞ്ഞില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കഴിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു. സോ വെൽക്കം ടു ചൈന. ചൈനയിലേക്ക് സ്വാഗതം. യെസ്, ആ സംഭവം തന്നെ. എനിക്കത് കറക്റ്റ് എങ്ങനെ പറയാനാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ചൈനയിൽ കയറുന്നവര് അവരുടെ അച്ചടക്കം പാലിക്കുമെന്നാണ് ചുമന്ന ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എടുത്തെറിയും കേട്ടോ. ചൈനയുടെ നിയമങ്ങൾ അറിയാലോ. എൻട്രി ജോയിന്റ് ഇൻസ്പെക്ഷൻ ഹാൾ ഇങ്ങോട്ടാണ് കേട്ടോ നമ്മളെ ഇനി ഇൻസ്പെക്ഷൻ ഹാള്.
കോമഡി കേട്ടോ. ഒരു 1500 ക്യാമറ മുകളിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു, കസ്റ്റംസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ നിറച്ചു. ചൈന എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെവലപ്ഡാണ്, എല്ലാം ഡെവലപ്ഡാണ്. നമ്മൾ നല്ല ഫെസിലിറ്റിയൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ കുറച്ച് വിസ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ അതാണ്ട് ബാഗെല്ലാം എടുത്തു വേണ്ട എല്ലാ ആൾക്കാരും പോവുകയാണ്. ഇവിടെ വെൽക്കം ടു ചൈന എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. അവസാനം നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി QR സ്കാൻ ചെയ്യാനാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇവർ 150 പ്രാവശ്യം ഓട്ടിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ട്രെയിനിലോട്ട് വന്നിട്ടുണ്ട്. സെയിം സീറ്റ്, സെയിം ആളുകൾ. നമ്മുടെ സീറ്റിലോട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹലോ അങ്കിൾ, ഹായ്. പുള്ളിക്ക് ആന്റി നമുക്ക് എന്റെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഹായ്. നീഹോ മാ, സോറി നീഹോ മാ. നീഹോ. ആ, നീ ഒച്ചു നാലി. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ശേഷേ ഇന്ദുലേ. ഓഷി ഇന്ദുലേ. ചൈന നമുക്കൊരു അടിപൊളി മഴയോടെയാണ് കേട്ടോ വെൽക്കം ചെയ്തത്. നല്ല മഴ. പുറത്ത് മറ്റേ റബ്ബറും കാട് പോലെ തോന്നിക്കുന്ന മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണത്. ഫുള്ള് മഴ. നമ്മൾ അടുത്ത ചൈനയിൽ ഒരു വലിയൊരു സിറ്റി എത്തിയിട്ടുണ്ട്. വലുതൊന്നുമല്ല, ഇതൊക്കെ ഇവിടുത്തെ ചെറിയ സിറ്റികളാണ് കേട്ടോ. ചൈനയുടെ കളികൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കുറെ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. കുറെ ആളുകൾ ഇനി എനിക്ക് തോന്നുന്നു കേറുമെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിന്ന് കേറുമെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഈ ട്രെയിൻ സ്റ്റേഷന്റെ പേരെന്ന് പറഞ്ഞുകൂടാ. കണ്ടില്ലേ, ചൈനയുടെ ട്രഡീഷണൽ വീടുകളെ പോലെയാണ് മേൽക്കൂര ഇതിനുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് നമ്മുടെ മൂന്നാർ പോലെയാണ് കേട്ടോ. ഫുള്ള് ടീ പ്ലാന്റേഷനും കാര്യങ്ങളാണ് ഇവിടെ. ഭയങ്കര മനോഹരം കേട്ടോ. ഞാൻ മൊബൈലിൽ കളിച്ചിരുന്നതുകൊണ്ട് കുറെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. അയ്യോ, ടീ പ്ലാന്റേഷൻ എല്ലാം കഴിഞ്ഞു. അയ്യോ, അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ ടീ പ്ലാന്റേഷൻസാ. ഇവിടെ നമ്മൾ അടുത്ത നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഡിൽസും ഉണ്ടാക്കി ഇവിടെ. ഇതാണ്ട് എക്കയ്ക്ക് ആളുകൾ കിട്ടി നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എക്കയ്ക്ക് ചൈനീസ് അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ ചൈനീസ് സംസാരിച്ച് പഠിക്കാനുള്ള അവസരമില്ല. ഇവിടെ ട്രെയിൻ പോകുന്നത് 160 സ്പീഡിലാണ് കേട്ടോ. അതിലൂടെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സ്ക്രീനിൽ. ചൈനയിൽ കയറിയിട്ട് ഫുള്ള് തുരങ്കത്തിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആകെ കുറച്ച് വെട്ടം വന്നത് ഇപ്പോഴാണ് കേട്ടോ. കുറച്ച് വീടുകളല്ല, കുറച്ച് പാടങ്ങളും അതിന്റെ അപ്പുറത്തും മലനിരകളാണ്. ഫുള്ള് മലനിരകൾ ഇങ്ങനെ തുരന്ന് അവരിങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എക്കായൊക്കെ കിടന്നുറങ്ങിയിട്ട് താണ്ട ഇപ്പൊ എണീറ്റേ ഉള്ളൂ. എല്ലാരും കിടതാ തുരങ്കം. അങ്ങനെ 8-9 മണിക്കൂറത്തെ യാത്ര നമ്മളിവിടെ അവസാനിക്കുവാണ്. നമ്മളൊരു ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, നിര കിടക്കുന്ന. ഇറ്റ്സ് എ ബിറ്റ് കോൾഡർ. ചെറുതായിട്ടൊരു തണുപ്പ് തോന്നിക്കുന്നുണ്ട്. ഭയങ്കര ചൂടൊന്നുമില്ല. അയ്യോ, അങ്ങനെ വെൽക്കം ഫൈനലി. ഇനി നമ്മൾ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. യെസ്, ഫൈനലി നമ്മള് ട്രെയിൻ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകണം, എവിടെ പോകണമെന്നൊന്നും അറിയില്ല. Where we will go? Hey, introduce yourself. Hello. What's your name? You can call me Wo from Thailand. Wo from Thailand. Yeah. ഇവിടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. പുള്ളിക്കാരൻ. Hello. Yeah. You guys want to say hi? What's your name? But I'm very tired. Please And വേറെ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് എന്തെങ്കിലും പ്ലാൻ നോക്കട്ടെ, എന്ത് ചെയ്യണമെന്ന്. എന്ത് പറ്റി? കസ്റ്റമേഴ്സിന് വേണ്ടി ഓടുവാണോ?你打车打2个，我1个车拉你们走。No Chinese.
ഇംഗ്ലീഷ്. അവർ ചൈനീസ് വന്നിട്ട് നമ്മുടെ അടുത്ത് എന്ത് പറയുന്നൊന്നും മനസ്സിലാവില്ല. 你跟我说多少钱？你先跟我说多少钱？你开个投放吗？开两个标间，你先跟我说多少钱？一个投放一个标间，没有，就2个人一间房间而已。一个放在哪？ ഒക്കെ അവിടെ നിന്ന് ദാശ ദോശ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.我们这一张床就2个人了，他们跟我们没有跟我们一起啊，他们已经有住宿了。哦，他们有住宿了吧？所以只有一间100吧。走到头上一层。可是刚刚那个售票人员跟我说这里。നമ്മൾ മെട്രോയിൽ പോകാൻ വേണ്ടി തന്നെ നമ്മൾ ഇവിടെ തന്നെ ആക്കാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ലൈൻസ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് എത്ര രൂപയാണ് ലൈന് അങ്ങനെയൊക്കെ കൊടുക്കാം. എന്നിട്ട് പൈസ ഇട്ട് കൊടുക്കാം. 100 യുവാൻ ഇട്ട് കൊടുത്തു. നേരെ ഇട്. കറക്കി ഇട്ട് കൊടുത്തേ. നോ ഗീവ് മീ, ഐ ക്യാൻ. ഹോം ഗോയിങ് പൊട്ടിച്ചാത്ത എന്താ? Only 1, 5, 10. Nah, this is too big. Bismi, come. If you say Bismi, then it will work. Bismillah. Bismillah. See? What happened? Bismillah. See? You say Bismillah, everything will work. You know? ഇത് സംഭവം ഞാൻ ചില്ലറ മാറ്റി 50ന്റെ ഇട്ടോണ്ടാണ്. പൂവുള്ള 2 കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ബാക്കി പൈസ ഒന്നുമില്ലല്ലോ, റീഡ് ആവുന്നേ ഉള്ളൂ. വാവ്. ഇവിടെ മെട്രോയിൽ കണ്ടില്ലേ, അവരൊരു രൂപരേഖ നന്നാക്കി വെച്ചിരിക്കുകയാണ്, തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. 3 നിലയുള്ള മെട്രോ സ്റ്റേഷനാണ്, ട്രെയിൻ സ്റ്റേഷനാണ്. അതിന്റെ മെട്രോ എവിടെയാണ്, സംഭവങ്ങൾ എവിടെ നിന്നാണെന്നൊക്കെ ഉള്ള ഒരു രൂപരേഖയാണ്. നമ്മളിങ്ങനെ മെട്രോയ്ക്ക് വേണ്ടി നടന്നു വെക്കൊണ്ടിരിക്കുകയാണ്. എന്നാ റോസാപ്പൂ, നമുക്ക് ഇവിടെയാണ് കൊടുത്ത് കയറേണ്ടത്. നോട്ടെ, എല്ലായിടത്തും ക്യാമറയാണല്ലോ. ചൈനയിൽ എവിടെ പോയാലും ക്യാമറ ഉള്ളുണ്ട്. ഇവിടെ വയ്ക്കുന്നു. യെസ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഈ കാണുന്ന മെട്രോയിലാണ് പോകുന്നത്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇതാ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ട്. എങ്ങനെയെങ്കിലും ആദ്യം ചാടി കയറണം, എന്നിട്ട് ഇരിക്കണം. നമ്മുടെ കറക്റ്റ് ഇന്ത്യൻ സ്വഭാവം. മെട്രോ സൗണ്ട് മാത്രമേ വന്നുള്ളൂ, എന്നിട്ട് എവിടെയോട്ടോ പോയി കേട്ടോ. കറക്കൂസീസേ സീറ്റ് കിട്ടി, ആശ്വാസമായി കേട്ടോ. അയ്യോ, Myanmar. You from Myanmar? No, I'm from India. Indo. You from India? Indo le. Calcutta. No, Where? Kerala. Kerala Labang. I don't know. South. What is that? South, yeah. Very hot. Very hot. Very hot. പുള്ളിക്കാരൻ കുറച്ച് ഇംഗ്ലീഷ് അറിയാം. ഇവിടെ കുറെ പേര് നമ്മളെ കണ്ട് ഭയങ്കര എന്താ പറയാ, You tourist or you? ലുഷിങ്ജ്. Moscow, St. Peter, Moscow. Petersburg. Yeah. Yes. How you know English? I just English good. I'm Russian. Oh, you're Russian. По-русски. По-русски? Я говорю по-русски. Как дела? What do you say? In Russian. Спасибо. പുള്ളിക്കാരന് റഷ്യ അറിഞ്ഞൂടെ. കക്തലാന്ന് വെച്ചപ്പോ പുള്ളിക്കാരൻ അറിഞ്ഞൂടാ. ഇവിടെ കണ്ടില്ലേ, ട്രെയിനിലിരുന്ന് കളിക്കുന്ന നോക്കി കുട്ടികള്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു മുസ്ലിം സ്ത്രീയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഫുള്ള് തിക്കും തിരക്കുമാണ്. അവരുടെ അടുത്ത് ഞാൻ നാളെ പെരുന്നാളിന് എവിടെ പള്ളിയിൽ പോകാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു മുസ്ലിമെ കണ്ടോണ്ട് ഭയങ്കര ഒരു സന്തോഷത്തിൽ ചിലപ്പോൾ ഇനി അവർ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ വിളിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ഇവിടെ കണ്ടില്ലേ, ഒരു പെൺകുട്ടി എന്തോ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുവാണ്. കൊള്ളാം കേട്ടോ, നല്ല പാവ. നമ്മൾ മെട്രോയിൽ 1.5 മണിക്കൂർ വെറുതെ കിടന്ന് കറങ്ങി നമ്മൾ ഇനി റോഡിലോട്ട് പ്രവേശിക്കുവാണ്. യെസ്, ഫൈനലി നമ്മൾ ചൈനയിലോട്ട് വന്നിട്ടുണ്ട്. I think it's a local night market.
ലോക്കൽ നോട്ട് നൈറ്റ്, അത് ഗ്രോസറി ഷോപ്പ്. ഇവിടെ താണ്ടെ ഒരു മാള്. നമുക്ക് പോകേണ്ടത് വി ഹാവ് ടു ഗോ ദാറ്റ് വേ ഐ തിങ്ക്. പണ്ടത്തെ പഴയ പോലീസ് കാറൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇനി ഇതാ ഒരു സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ, അവിടെ എന്തോ ഭക്ഷണങ്ങളുടെയൊക്കെ മാർക്കറ്റാണ്. കണ്ടിട്ട് ലൈറ്റ് ആയതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. പഴവർഗ്ഗങ്ങള് എല്ലാം ഉണ്ട്. ഇവിടെ ആപ്പിളൊക്കെ 12 ആപ്പിൾ, അതായത് ആപ്പിളല്ല, നമ്മുടെ ഇതായത് $1.5, പീച്ച് $1.5. $1.5. No, more than that. ഇവിടെ വേണ്ടേ ഫ്രൂട്ട്സ്, നല്ല കുറെ ഫ്രൂട്ട്സുകളുണ്ട്. ഇവിടെ തക്കാളി, ഡ്രാഗൺ ഫ്രൂട്ട്, ചിലതിനൊക്കെ വില ഉണ്ട്. നല്ല മാംഗോ കേട്ടോ. എന്ത് മണം മാങ്ങ. സോ സ്മെല്ലി ദ മാംഗോ, അടിപൊളി മണം. 100 രൂപയ്ക്ക് നമ്മുടെ സ്ട്രോബെറി ഒക്കെയാണ് കേട്ടോ. 100-120 രൂപയ്ക്ക് നമ്മുടെ സ്ട്രോബെറി ഇവിടെ കിടപ്പുണ്ട്. നല്ല മാംഗോ. 1 കിലോ 9 രൂപ. നമ്മൾ സ്ട്രോബെറി 1 സ്ട്രോബെറി. ഇവിടെ ചക്ക ഉണ്ട്. ചക്കയ്ക്ക് 38. എൻ്റെ അമ്മോ, ചക്കയുടെ വില. ചക്ക, ആപ്പിള്, എൻ്റെ അമ്മ, അടിപൊളി കേട്ടോ. നല്ല മണം. എന്തൊരു മണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചൈന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രാജ്യമാണ്. ഭയങ്കര ഡെവലപ്ഡാണ്. ഭയങ്കര ഒരു വേറൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഭക്ഷണശാലയൊക്കെയാണ്. പക്ഷെ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല. നമ്മള് പോയിട്ട് അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും പരിപാടി. ഇവിടെ കണ്ടോ, ഫുള്ള് കുറെ എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട്. ഇവിടെ നൂഡിൽസ്, ഇവരുടെ ചൗമീന്, കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഒന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് വന്നപ്പോ കുറെ കഴിച്ചായിരുന്നു. ബബിൾ ടീ ഈസ് ചീപ്പ്. ചൈന ഈസ് ചീപ്പ്, യു നോ. I mean like not that cheap, but cheaper a little bit. ചൈന കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ചീപ്പായിട്ടും കിട്ടും, എക്സ്പെൻസീവ് ആയിട്ടും ഭക്ഷണം കിട്ടും. ഇവിടെ നമ്മൾ സ്കൂട്ടറൊക്കെ ലിഫ്റ്റ് അടിക്കുവാണ്. ഇവിടെ ചില ആളുകൾ ഇലക്ട്രിക് സ്കൂട്ടർ, ഇതുപോലത്തെ ചെറിയ സ്കൂട്ടറൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. ചില ആളുകൾ സൈക്കിള് പോലത്തുള്ള സ്കൂട്ടറാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇവർ ഓട്ടിച്ചുകൊണ്ട് പോകുന്ന സൈക്കിള്. കൊള്ളാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് സൈക്കിളാണെന്ന് തോന്നുന്നതാ. ഇവിടെയും ഇരിക്കുന്നതുണ്ടോ. ഇവിടെ ഉള്ള ആളുകളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ഭയങ്കര ഫ്രണ്ട്ലി പീപ്പിൾ ആണ് കേട്ടോ ഇവരെല്ലാം. നീഹാവോ. OK， 你要住哪里？我们住北京大道云南一巷。OK。那个叫碧桂园开塞，是不是？എല്ലാം മനസ്സിലായി. ഫൈനലി നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. എല്ലാരും നമ്മുടെ ബസ്സിലാണ് കേട്ടോ കയറി പോകുന്നത്. കുറെ പേര് മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നതാണ്. നോ. ഇവിടെ ചെറിയ ഓട്ടോയാണ് കേട്ടോ. നേരത്തെ വന്നിരുന്നെങ്കിൽ ഓട്ടോയിൽ പോവായിരുന്നു. അതാണ്ട് 146 ആണ്. എല്ലാവർക്കും കാർഡുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ കാർഡൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൈസ കൊടുക്കും. ഇതിന് 2 യുവാൻ എന്തോ ആണ്. 2 യുവാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പാണ്. 2 യുവാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പല്ല, 25 രൂപയാണ്. സോറി, നമ്മൾ പൈസ ഇടേണ്ട കിടുക്കതാ ഈ സാധനമാണ്. ഇതിൽ നമ്മൾ പൈസ ഇടണം. അതാണ്ട് 2 യുവാനാണ് ഒരാൾക്കുള്ള റേറ്റ്. ഇതാണ് നമ്മുടെ ബസ്. എന്റെ അമ്മോ, നല്ല ടയേർഡായി കേട്ടോ. 哎呀，58栋还在里头。哪边？走进去还远了，这边吗？ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഇതാണ് കേട്ടോ. ഇങ്ങനെ 150 ഫ്ലാറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ട സ്ഥലം. അപ്പൊ അതും തപ്പിപ്പിടിച്ച് നമ്മൾ പോവുകയാണ്. ഇവരെല്ലാം ഇവിടുത്തെ റെസിഡൻസ് ആണ് കേട്ടോ. ഇവരെല്ലാം ഓരോ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്ന വഴിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ കൂടെ താണ്ടെ അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങിന്റെ താഴെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഇവിടെ 58 എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. വിചാരിക്കുന്ന പോലെ നല്ല കുറേ ഉണ്ട്. എൻ്റെ അമ്മ, അന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിലെത്തി. നല്ല ടയേർഡായതുകൊണ്ട് പിന്നെ അന്ന് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. ഞാൻ ഒരു ലോക്കൽ ചൈനീസ് ഒരു സ്ത്രീയുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അടുത്ത വീഡിയോയിലും അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ ട്രെയിനിലാണ്. അതിന്റെ വീഡിയോയ്ക്ക് വരും. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.